അല്ല കൈ കഴുകുന്നില്ല അളിയ. എന്റെ അളിയ വലിയ വലിയ ഹോട്ടലുകളിൽ കൈ കഴുകാൻ പാടില്ല അളിയ. നമുക്ക് വൃത്തി കൂടിയാലേ യൗമാര് പറയാൻ നമുക്ക് കൾച്ചറില്ലെന്ന്. മേരിയോട് പറയരുത്. ആളിയൻ ധൈര്യമായിട്ട് ഇരികളിയാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഒരു കൂട്ടുകാരെ ജലബിയാന്ന് പറഞ്ഞ് വിളിച്ചതാ. അവിടെ ചെന്ന് വല്ലതും കഴിച്ചില്ലേ അവന് വിഷമാവൂലേ. അപ്പൊ ശരി അളിയാ, ഇത് നമ്മൾ ഓർഡർ ചെയ്തടാ. അളിയാ, ഈ ഐസ്ക്രീം നമ്മൾ പറഞ്ഞാ ആണാ? സ്ട്രോബെറി സൂപ്പർ. കണ്ടോ അമ്മ? അപ്പൊ ശരി കാണാം. അമ്മേ അമ്മേ, ജോസിങ്കിളെ എന്നെ പിടിച്ച് തിന്നൂന്ന് ഞാൻ കരുതി. എന്തൊരു തീറ്റയായിരുന്നു. അവൻ കൊളവാക്കാതിരുന്നാ മതിയായിരുന്നു. കർത്താവേ രക്ഷിക്കണേ. ജോർജ് പോയോ? ഇതെന്താടാ? ഞാൻ പെട്ടെന്ന് കരുതി ഇട്ടിച്ചനാണ്. അതിനെന്തിനാ നീ ഇത് ഊരുന്നേ? അതൊരു വലിയ കഥയാ. ഒരു കവിത എഴുതിയതിന്റെ ശിക്ഷയാ. ആര് കവിത എഴുതി? ഞാൻ. എടാ, സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ കൊടുക്കുന്ന ലിസ്റ്റിനെ കവിത എന്നല്ല പറയാ. ശരിക്കും കവിത തന്നെ കരണ. പക്ഷെ അതിനൊരു പ്രേമലേഖനത്തിന്റെ സ്വഭാവം വന്നുപോയി. ജോർജ് പക്ഷെ ഇട്ടിച്ചം പിടിച്ചു. ആർക്കാന്ന് എനിക്ക് മനസ്സിലായി. ആ കല്യാണിക്കല്ലേ? അല്ല, താമരയ്ക്കാ. ഓടാ ശവമേ, ഇടയ്ക്ക് നിന്നെ കണ്ടാ സംസാരിക്കണമെന്ന് തോന്നിയിരുന്നാ അത് നശിപ്പിച്ചില്ലേ നീ? കരുണ, ഈ കുളത്തിൽ ചൂണ്ടിടുന്നവരെ താഴെ ഏതാ മീനെന്ന് അറിഞ്ഞിട്ടല്ലോ. പക്ഷെ താഴെ ചീങ്കണ്ണിയാണെന്ന് അറിഞ്ഞിട്ട് ചൂണ്ടയിട്ടവൻ നീ മാത്രമേ ഉണ്ടാവൂ. എടാ, അവള് പെശക. നല്ലതിനെ പ്രേമിക്കണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കരുണ, നടക്കണ്ടേ. ആ തള്ളയും മോളിയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ അങ്ങേരെ വിഗ് ഊരിച്ചത്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴേ ഇത് വെക്കാൻ പാടുള്ളൂ. സത്യത്തിൽ നിനക്ക് ആ ജന്തുവിന് ഇഷ്ടമാണ് എന്ന് ചോദിച്ചാ എനിക്ക് അറിഞ്ഞൂടാ. അയ്യടാ, അല്ല, ആ സാധനത്തിന് തള്ളയും ഞാനിപ്പോ വഴി കണ്ടല്ലോ. എവിടെ? വീട്ടിച്ചന്റെ കൂടെ. അങ്ങേർക്ക് തലക്ക് വട്ടുണ്ടോടാ? ആ, അടുത്ത കാലത്തായിട്ട് കുറച്ച് വട്ടുണ്ട്. കല്യാണി വന്നതിൽ പിന്നെ ആ മൂപ്പര് വേഷമൊക്കെ മാറ്റി ഒന്ന് ചെറുപ്പായത്. അവര് തമ്മി നോക്കുന്ന കണ്ടാലേ കരുണ ഷോക്കടി. വയസ്സാം കാലത്ത് മനുഷ്യന് കിട്ടുന്ന ഓരോ ശിക്ഷേ. എടാ, അയാള് പൊതുസ്ഥലത്ത് അതിനെ കൊണ്ട് കറങ്ങി കിടന്നാൽ അതിന്റെ നാണക്കേട് കോവിലാത്ത കുഞ്ചമ്മയ്ക്ക് കൂടിയാ. ഒരു ഹോട്ടലിലാ കണ്ടത്. മിക്കവാറും ആ ഹോട്ടലിന്റെ ബോർഡ് ഒഴിച്ച് ബാക്കി എല്ലാം കല്യാണി തിന്നു തീർക്കും. മേരി കുഞ്ഞമ്മയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ലേ? കറക്റ്റായിട്ട് പിടികിട്ടിട്ടില്ല. പതുക്കെ ഞാൻ അറിയിച്ചു കൊടുത്തോളാം. അങ്ങേർക്കൊരു പണി കിട്ടുന്നതേ സുഖമുള്ളൊരു കാര്യ. നീ ആ കുടുംബം കൊളവാക്കണ്ട. ഏയ്, അങ്ങനൊന്നുമില്ല. എന്നാലും ഇതങ്ങനെ വളർത്തിക്കൂടാ. ഞാൻ പോട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? റെഡിയല്ലേ? ആ, പിന്നെ നീ പുതിയ കവിത എന്തെങ്കിലും എഴുതി അറിയിക്കണേ. പിന്നെ നിന്റെ യോഗം ജോർജ്. ശരി. അമ്മേ, എന്താ അമ്മ ഒന്നിങ്ങോട്ട് നോക്കിയേ. ദേ, എന്തെങ്കിലും വിഡ്ഢിത്തം പറയാനാണെങ്കിൽ എനിക്ക് നേരമില്ല. എനിക്കിവിടെ പണിയുണ്ട്. അമ്മ കേട്ടാ ഞെട്ടിപ്പോകുന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എനിക്ക് തോന്നി. എവിടെയാടാ കടം വച്ചത്? കാശിന്റെ കാര്യമല്ല, നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാണ്. അയ്യോ, എൻ്റെ പൊന്നു മോനെ, ഞാൻ ഈ കുടുംബം കുഴപ്പമില്ലാത്ത വിധത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നീ കുടുംബകാര്യം അന്വേഷിച്ച് എന്നെ കുഴപ്പത്തിലാക്കല്ലേ. ഈ അമ്മയോട് ഒരു കാര്യം എന്ന് ഞാൻ പറയുന്നില്ല. ആ ശരി.
നാശം. എന്താന്ന് വെച്ചാ ഒന്ന് പറയേ. അമ്മ ഇങ്ങനെ ദേഷ്യത്തിലിരിക്കേണ്ട കാര്യമല്ല. ദേഷ്യപ്പെടണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ പറ. അമ്മ ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ എന്നാ നീ കയറി ചെയ്യ്. അമ്മേ, നമ്മുടെ സാമൂഹിക വ്യവസ്ഥ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി. ദേ ധർമ്മ, ആ നല്ലൊരു മനുഷ്യന് നീയായിട്ട് ചീത്തപ്പേരുണ്ടാക്കരുത്. അതല്ല അമ്മേ, ഗാന്ധിജി കല്യാണം കഴിച്ച കാര്യമാ ഞാൻ പറയുന്നത്. അത് ചിലപ്പോ ഗാന്ധിജിയുടെ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ. ഏയ്, അത് ശൈശവ വിവാഹമല്ലേ? അതെ, പക്ഷേ മഹാത്മാവ് അതിലൂടെ എന്താ ഉദ്ദേശിച്ചത്? വിവാഹം അനിവാര്യമാണെന്ന് തന്നെയല്ലേ? അല്ലാന്നല്ലേ നീ പറയുന്നത്? അയ്യോ അമ്മേ, ആ പേജ് ഞാനിപ്പോ വായിച്ചതേ ഉള്ളൂ. അപ്പം മുതലൊരു കുറ്റബോധം. എന്തിന്? അല്ല, അമ്മയ്ക്കൊരു സഹായത്തിന് ഒരാളിവിടെ വേണ്ടേന്നൊരു തോന്നൽ. അതെ അമ്മേ, ഉള്ളിലിരുന്ന് മഹാത്മജി കൽപ്പിക്കുന്നത് പോലെ ഞാൻ എന്താ ചെയ്യേണ്ടതമ്മേ? ഒന്നും ചെയ്യണ്ട. അല്ലമ്മേ, ഞങ്ങൾ വിവാഹം കഴിക്കാത്ത കാര്യത്തില് അമ്മ കടുത്ത വിഷമത്തിലാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ നീയൊക്കെ അങ്ങനൊരു തീരുമാനം എടുത്ത് നന്നായി. 5 പാവപ്പെട്ട പെൺകുട്ടികൾ രക്ഷപ്പെടുമല്ലോ. ഇനി നീയൊക്കെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അമ്മേ, എന്റെ ഈ നയവ്യതിയാനം നാട്ടിലാകെ ഒരു ചർച്ചാ വിഷയമായിരിക്കും. ഞാൻ മൂത്തവനല്ലേ, വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. അമ്മ ഞെട്ടിയല്ലേ? ഇതുപോലെ നാട് മുഴുവൻ ഞെട്ടും. എന്നെങ്കിലും ഒരു ആത്മകഥ എഴുതേണ്ടി വരുമ്പോ ഈ അധ്യായം അമ്മയ്ക്ക് വേണ്ടി ഒരു ത്യാഗം എന്ന ടൈറ്റലിൽ ഞാൻ എഴുതും. കിട്ടുന്ന പെണ്ണിന് ആര് ചെലവിന് കൊടുക്കും? അതിന് വേറെ മാർഗമുണ്ടമ്മേ. എന്നെപ്പോലെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കൂ. അപ്പോ അമ്മയ്ക്കധികം ബാധ്യത ഉണ്ടാവില്ലല്ലോ. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. ആദ്യം പണിയെടുത്ത് ജീവിക്കാവുന്ന എന്നെ കാണിക്ക്. ഓ, കല്യാണം പോടാ. എന്താ ആന്റി? അത് മോളെ, ഐതിഹാസികമായ ചില ജീവിത മാറ്റങ്ങൾ, ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ചില തീരുമാനങ്ങൾ, അതിന് സമയമായി. ഇതെന്ത് പറ്റി? സത്യത്തിൽ ഞെട്ടിക്കുന്ന കാര്യം അവൻ പറഞ്ഞത്. അവൻ കല്യാണത്തിന് തയ്യാറാണെന്ന്. അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ. ഓ, എന്റെ പൊന്നു മോളെ, എനിക്കിപ്പോഴാ ശ്വാസം നേരെ വീണത്. ഓ, എന്റെ ഈശ്വര, ആര് തോന്നിച്ചാണാവോ? എന്നാ പിന്നെ പെട്ടെന്ന് നോക്കിക്കൂടെ? വരട്ടെ വരട്ടെ. ഇങ്ങനൊരാഗ്രഹം മുളച്ച നിലയ്ക്ക് ഇനി അവനെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള തീരുമാനവും ഞാനുണ്ടാക്കും. എന്നിട്ടാ കല്യാണം.